സെക്ഷൻ 3.1 വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. ഓക്കെ, ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആയിരുന്നു. എങ്ങനെയാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ നമ്മൾ അതിനുശേഷം നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയാം, ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് എ നോൺ ഹോമോജീനിയസ് ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരത്തെ എങ്ങനെയാണോ ദ സൊല്യൂഷൻ ഓഫ് എ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പഠിച്ച ഭാഗത്ത് എങ്ങനെയാണോ പഠിച്ചത് അതുമാതിരി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ചില കേസിൽ ഇങ്ങനെ തന്നെ പറയും, ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് എ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ യൂസിങ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. അങ്ങനെ ആ മെത്തേഡ് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന്, ജനറൽ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബൈ യൂസിങ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫോമിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ മെത്തേഡ് എന്താണെന്നൊന്ന് പഠിക്കാം. ദിസ് ഈസ് എൻ ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഫോർ ഫൈൻഡിങ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മെത്തേഡ്സ് പഠിച്ചിരുന്നു. ഇത് വേറെ തരത്തിലുള്ള ഒരു മെത്തേഡാണ് പറയുന്നത്. നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിൽ ചൂസ് ചെയ്ത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സിൽ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാം. പക്ഷേ ഇന്ന മെത്തേഡിൽ തന്നെ ചെയ്യണം, അതായത് ബൈ യൂസിങ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്യണത് ഒരു ഫസ്റ്റ് ഓർഡർ ലീനിയർ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യാണ്. അപ്പം അതിൻ്റെ ജനറൽ ഫോമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യണത്. അതായത് നിങ്ങൾ പ്രോബ്ലം പഠിച്ചു പോയി കഴിഞ്ഞാലും ചിലപ്പോൾ അതായത് ജനറൽ സൊല്യൂഷനൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഇത് ഒരു പ്രോബ്ലം ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ ജനറൽ ഫോം എന്ന് കൺസിഡർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, y dash plus p of t into y is equal to g of t എന്ന് പറയുന്നത്. ഓക്കെ, where p of t and g of t are any given functions of t or കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ പി ഓഫ് ടി ഉണ്ട്, ജി ഓഫ് ടി ഉണ്ട്. ഈ പി ഓഫ് ടി ജി ഓഫ് ടി എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് ഗിവൺ കോൺസ്റ്റൻറ്റും ആയിട്ട് വരാമെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മളിങ്ങനെ ഒരു എന്താ പറയുക ഇക്വേഷൻ, ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉള്ളത് അല്ലേ. എന്താണ് വൈ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ജി ഓഫ് ടി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യണത് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്. കൺസിഡർ ദ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് 1 എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതായത് ഈ ഒരു എൽ എച്ച് എസിലുള്ള പോർഷൻസ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ആർ എച്ച് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും മാറും, ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അതായത് ജി ഓഫ് ടി വിച്ച് ഈസ് ഐഡൻറ്റിക്കലി ഈക്വൽ ടു 0 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വരും, വൈ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയും. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തുള്ളത്, ഒരു ഹോമോജീനിയസ് ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, വൈ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് അല്ലേ. ഇനി നമ്മൾ ഇതിന് മുന്നേ തന്നെ ജനറൽ സൊല്യൂഷൻ ഓഫ് എ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് വെച്ചിരുന്നു. എന്തായിരുന്നു നമുക്ക് ജനറൽ സൊല്യൂഷൻ, ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ ആയിരുന്നു വൈ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഇ പവർ ഇൻ്റഗ്രൽ മൈനസ് പി ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത്. ഓക്കെ, എന്തായിരുന്നു നമ്മൾ ഓൾറെഡി മുന്നത്തെ സെക്ഷനിൽ സോൾവ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു, സി ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ ജനറൽ സൊല്യൂഷൻ 3 നമ്മളിപ്പോൾ ഇവിടെ ഈ അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ടായിരുന്നു, ഒരു ഫസ്റ്റ് ഓർഡർ ലീനിയർ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്തു, അതിൻ്റെ സൊല്യൂഷനും നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റത്തെ ഇക്വേഷൻ എന്തായിരുന്നു, നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വൈ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി, അതായത് ആ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോൺ
നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനെ കുറിച്ചിട്ട് നമുക്കൊരു തരും. ഓക്കെ, അതിൻ്റെ ഫോം എന്ന് പറയുന്നത് നമുക്ക് ഈ സൊല്യൂഷനാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. അടുത്ത് ദ ജനറൽ സൊല്യൂഷൻ 3 of 2 suggests that there exists a general solution for one of the form y is equal to u of t into e power integral minus p of t dt എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എന്താണ് നമുക്ക് ജനറൽ സൊല്യൂഷൻ ഫോർ ദ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് സജസ്റ്റ് ചെയ്യാണ് നമുക്ക് എന്ത്, അതായത് ആ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും. y is equal to u of t into e power integral minus p of t dt എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ യു എന്ന് പറയുന്നത് എന്താണ്, ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ y is equal to u of t into ഇ പവർ ഇൻ്റഗ്രൽ മൈനസ് പി ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷൻ പറയുമ്പോൾ ഏതായിരുന്നു, നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വൈ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ജി ഓഫ് ടിയിൽ നമ്മൾ വൈ ഈസ് ഈക്വൽ ടു യു ഓഫ് ടി ഇൻറ്റു ഇ പവർ ഇൻ്റഗ്രൽ മൈനസ് പി ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ ഫസ്റ്റത്തെ ടേം എന്തായിരുന്നു, വൈ ഡാഷ് ആയിരുന്നു അല്ലേ. അപ്പോൾ വൈ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, ഇവിടെ നമുക്ക് എന്താണ് യു ഓഫ് ടി ഇൻറ്റു ഇൻ്റഗ്രൽ ഇ പവർ ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്ന് പറയുന്നതിൻ്റെ ഡാഷ് അല്ലേ. ഡാഷ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡി ബൈ ഡി ടി ഓഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ഡി ബൈ ഡി ടി ഓഫ് യു ഓഫ് ടി ഇൻറ്റു ഇ പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി പ്ലസ് നമ്മൾ എന്താണ് പി ഓഫ് ടി ഇൻറ്റു വൈ എന്നായിരുന്നു. ഇപ്പോൾ പി ഓഫ് ടി ഇൻറ്റു വൈക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, യു ഓഫ് ടി ഇൻറ്റു ഇ പവർ മൈനസ് ഓഫ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യാണ്, ജി ഓഫ് ടി എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്. നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഈ വൈ ഇസ് ഈക്വൽ ടു യു ഓഫ് ടി ഇൻറ്റു ഇ പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്നുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷൻ ആ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ ജനറൽ ഫോമിൽ നമ്മൾ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു അല്ലേ. അപ്പോൾ അത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതായത് യു ഓഫ് ടി ഇൻറ്റു ഇ പവർ ഇൻ്റഗ്രൽ മൈനസ് പി ഓഫ് ടി ഡി ടീനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ട് എന്താണ്, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഇതായിരുന്നു ഇത് വരുന്നത്. യു ഓഫ് ടീൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ എന്താ വരിക, യു ഡാഷ് ഓഫ് ടി ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതായിരുന്നു, ഇ പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ ഏതായിരുന്നു, യു ഓഫ് ടി അല്ലേ. അപ്പോൾ ആ യു ഓഫ് ടീനെ അങ്ങനെ തന്നെ നമ്മൾ എഴുതി, യു ഓഫ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് പറയുമ്പോൾ ഏതാണ്, സെക്കൻഡ് ഫംഗ്ഷൻ ഏതാണ്, ഇ പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്ന് അല്ലേ. ഇ റേസ് ടു എക്സിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇ പവർ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇ പവർ എക്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് എന്തരും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇ പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്ന് വരും അല്ലേ. ഇനി ആ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടിനെ നമ്മൾ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ടിയിൽ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് വരിക, ഡി ബൈ ഡി ടി ഓഫ് മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്ന് വരും. അപ്പോൾ അതിൽ ഈ ഇൻ്റഗ്രേഷനും ഡിഫറൻഷിയേഷനൂടെയും ക്യാൻസൽ ആയിട്ട് പോയിട്ട് എന്ത് വരും, മൈനസ് പി ഓഫ് ടി എന്ന് പറയുന്ന ഒരു ടേം കൂടിയും വരും. സോ ആ സെക്കൻഡ് ടേം എന്തായിട്ട് മാറും, മൈനസ് യു ഓഫ് ടി ഇൻറ്റു പി ഓഫ് ടി ഇൻറ്റു ഇ പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പം നമ്മൾ എന്താ ചെയ്തത്, ഈ ഒരു യു ഓഫ് ടി ഇൻറ്റു ഇ പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടീനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിലുള്ള കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്താ, അങ്ങനെ തന്നെ അല്ലേ, പി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി ഇൻറ്റു ഇ പവർ ഇൻ്റഗ്രൽ മൈനസ് പി ഓഫ് ടി ഡി ടി ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ, ഇവിടെ നമുക്കൊരു മൈനസ് യു ഓഫ് ടി ഇൻറ്റു പി ഓഫ് ടി ഇ പവർ ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടിയും ഇവിടെ ഒരു പ്ലസ് പി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി ഇ പവർ ഇൻ്റഗ്രൽ മൈനസ് പി ഓഫ് ടി ഡി ടി എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു പ്ലസ് ടേമോ മൈനസ് ടേമോ കൂടി എന്തായിട്ട് മാറി, അത് ക്യാൻസൽ ചെയ്ത് പോയി. റിമൈനിങ് ടേംസ് നമുക്ക് എന്താ ഉള്ളത്, യു ഡാഷ് ഓഫ് ടി ഇൻറ്റു ഇ പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ,
ജി ഈക്വൽ ടു ജി ഓഫ് ടി എന്ന് കിട്ടി. ഓക്കെ, ഇപ്പം നമ്മുടെ ആ ഇക്വേഷൻ എന്തായിട്ട് മാറി? യു ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി ഇൻറ്റു ഇ പവർ ഇൻ്റഗ്രൽ മൈനസ് പി ഓഫ് ടി ഡി ടി. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്ന് കിട്ടി. ഇനി നമ്മൾ യു ഡാഷിനെ നമുക്ക് യു ഡാഷ് കിട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡി ബൈ ഡി ടി ഓഫ് യു ഓഫ് ടി എന്നുള്ളതായിരുന്നു അല്ലേ യു ഡാഷ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് അതിനെ അതിൽ നിന്ന് യു ഓഫ് ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? രണ്ട് സൈഡ്സിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുക അല്ലേ? രണ്ട് സൈഡ്സിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇൻ്റഗ്രൽ യു ഡാഷ് ഓഫ് ടി. ഇൻ്റഗ്രൽ യു ഡാഷ് ഓഫ് ടി പറഞ്ഞാൽ എന്താ? ഇൻ്റഗ്രൽ ഡി ബൈ ഡി ടി ഓഫ് യു ഓഫ് ടി അല്ലേ? ഇൻ്റഗ്രലും ഡി ബൈ ഡി ടിയുടെയും പോയിട്ട് ബാക്കി എന്താണ് ഉണ്ടാവുക? യു ഓഫ് ടി. സോ യു ഓഫ് ടി ഈസ് ഈക്വൽ ടു നമ്മൾ ഇൻ്റഗ്രൽ ജി ഓഫ് ടി ഇൻറ്റു ഇ പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി ഇൻറ്റു ഡി ടി പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇ പവറിലുള്ളതാണ് ഈ ഒരു ഡി ടി. ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെയാണ് ഇവിടെ ഉള്ള ഡി ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യു ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ജി ഓഫ് ടി ഇൻറ്റു ഇ പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി ഇൻറ്റു ഡി ടി പ്ലസ് കെ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് യു ഓഫ് ടി കിട്ടി അല്ലേ? ഇനി നമ്മൾ ഓൾറെഡി തൊട്ട് മുകളിൽ എന്താണ് സൊല്യൂഷൻ എഴുതി വെച്ചിരുന്നത്? ഓൾറെഡി തൊട്ട് മുകളിൽ നമ്മൾ എന്ത് ചെയ്തായിരുന്നു? ഇതിൻ്റെ അതായത് നമ്മുടെ ആ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ y ഈസ് ഈക്വൽ ടു യു ഓഫ് ടി ഇൻറ്റു ഇ പവർ ഇൻ്റഗ്രൽ മൈനസ് പി ഓഫ് ടി ഡി ടി എന്ന് നമ്മൾ എടുത്തായിരുന്നു അല്ലേ? ഇനി അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പം കിട്ടിയ യു ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ യു ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? y ഈസ് ഈക്വൽ ടു യു ഓഫ് ടിക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം? ഇൻ്റഗ്രൽ ജി ഓഫ് ടി ഇൻറ്റു ഇ പവർ മൈനസ് പി ഓഫ് ടി ഡി ടി ഇൻറ്റു ഡി ടി പ്ലസ് കെ ഇൻറ്റു ഇ പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്ന് കിട്ടി. സോ ഇതായിരുന്നു നമുക്ക് എന്ത് കിട്ടിയത്? അതായത് നമ്മൾ മുകളിലെടുത്ത വൈ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ജി ഓഫ് ടി എന്ന് പറഞ്ഞ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് വൈ ഇസ് ഈക്വൽ ടു ഇത് എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ തൊട്ട് മുന്നുള്ള സെക്ഷനിലെ സൊല്യൂഷൻ ഓഫ് എ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതിയപ്പോൾ നമുക്ക് വൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താ എഴുതിയിരുന്നു? നമ്മൾ ഇ പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ജി ഓഫ് ടി ഇൻറ്റു ഇ പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി ഇൻറ്റു ഡി ടി പ്ലസ് കെ എന്നായിരുന്നു എഴുതിയിരുന്നത്. ഇവിടെ ഈ രണ്ട് ടേംസ് കൂടി ഒന്ന് ഓർഡർ അങ്ങോട്ട് കൂടെ മാറ്റി എഴുതിയെന്നേ ഉള്ളൂ. പക്ഷേ രണ്ടിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നതും ഒരേ മാതിരിയായിരുന്നു അല്ലേ? അപ്പോൾ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫസ്റ്റ് ഓർഡർ ലീനിയർ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലായിരിക്കും. ബൈ യൂസിങ് നമ്മളോട് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്തിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സൊല്യൂഷൻ ജനറൽ സൊല്യൂഷൻ ഓഫ് എ ഫസ്റ്റ് ഓർഡർ ലീനിയർ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ യൂസിങ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന് സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് തന്നെ എഴുതണം. മറ്റേ മെത്തേഡ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. അല്ല, പ്രത്യേകിച്ച് ഒരു മെത്തേഡും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ടെണ്ണത്തിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും സോൾവ് ചെയ്യാം. ഓക്കെ, പിന്നെ എന്താ പറയുക, ചിലപ്പോൾ ഈ വൈ ഡാഷ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ടാവില്ല. വൈ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ജി ഓഫ് ടി എന്ന് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ദ എസെൻസ് ഓഫ് this method consisting of replacing the parameter c in 3 by the variable u. അതായത് നമ്മൾ y ഈസ് ഈക്വൽ ടു c e പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്നായിരുന്നു. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ജനറൽ സൊല്യൂഷൻ ഓഫ് നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു യു ഓഫ് ടി ഇൻറ്റു ഇ പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്നായിരുന്നു പറഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് യുവിനെ കണ്ടുപിടിക്കുക അല്ലേ? അതായത് സിക്ക് പകരം യു ഓഫ് ടി എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക എന്നതായിരുന്നു ഈ ഒരു മെത്തേഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദിസ് മെത്തേഡ് ഈസ് കാൾഡ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുകൂടിയും പറയാം. ഡിസ്ക്രൈബ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ ഇത്രയും പറഞ്ഞ അത്രയും എഴുതി വയ്ക്കണം. അതുമാതിരി തന്നെ ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് എ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെത്തേഡ് എഴുതി വയ്ക്കാം.
ഇതിന് തൊട്ട് മുന്നേ പഠിച്ചു വെച്ച മെത്തേഡും എഴുതാം, ഏത് വേണമെങ്കിലും എഴുതാം. അല്ല ചില ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചോദിക്കും, സ്പെസിഫൈ ചെയ്തിട്ട് ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് എ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ യൂസിങ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഈ ഒരു മെത്തേഡ് എഴുതണം. അപ്പോൾ ഈ ഒരു 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ഇത്രയും പോർഷനാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി 1-2 പ്രോബ്ലംസ് കൂടിയാണുള്ളത്, അതുകൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ക്ലിയർ ആവും.